ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. എനിക്കുണ്ടായിരുന്നു പണ്ട് ഇങ്ങനെ ഒരു മാനറിസം എന്ന് പറയാം, ഇങ്ങനെ ഒരു ആക്ഷൻ. ഇപ്പോഴും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, അറിയില്ല. പണ്ടൊരു ക്ലാസ്സിൽ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ അന്ന് ചെറിയൊരു ഗ്രൂപ്പ്, ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ എൻ്റെ കൈ കയറി പിടിച്ചു. എങ്ങോട്ടാണ് തനി വരുന്നത്? അപ്പൊ ഞാൻ അറിയുന്നില്ല, ഞാനിത് അറിയാതെ സംഭവിക്കുന്നതാണ് മാനറിസം എന്ന് പറയുന്നത്. മാന്ത, ചൊറിയ, അത് ഇത്, ടെൻഷൻ അടിക്കുക, ഇതൊക്കെ നമുക്ക് ആ ഇന്റർവ്യൂ റൂമിലേക്ക് കടക്കുന്നുണ്ട്. ആ കടക്കുന്ന എൻട്രിയും എക്സിറ്റും പ്രധാനമുള്ളതാണ്. എൻട്രി കടക്കുന്നുള്ളത്, നമുക്കൊരു ഡോറ് കിട്ടിയാൽ ഞാൻ കാണിച്ചാൽ ആ ഡോറ് തുറക്കാൻ പറ്റും. ഒരു ഇന്റർവ്യൂ റൂമിലേക്ക് എങ്ങനെ കടക്കാം, എങ്ങനെ നടക്കാം, എങ്ങനെ മുമ്പിൽ നിന്നിരിക്കാം. ഇതൊക്കെ ബോർഡ് മെമ്പേഴ്സ് ആണ്. ഒരാള് എൻട്രി ചെയ്യുന്നു, എൻ്റർ. ഓക്കെ, ഒരാള് താനൊന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് പോ. ഇന്റർവ്യൂ റൂമിലേക്ക് കടക്കണം കേട്ടോ. പോയിട്ട് പോ. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഹലോ, നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇല്ലല്ലോ. കമി. താങ്ക് യു. മറ്റേ വിശേഷം ഏതാണ്? ഒരു കാര്യം ചെയ്ത് ആ കുട്ടിയുടെ ജോലിക്കുള്ള സാധ്യത കളഞ്ഞില്ലേ? പ്രോഗ്രാം ഉണ്ട്, എത്ര പേരുണ്ട്? 14 പേർക്ക് ഏതോ പ്രോഗ്രാം ഉണ്ട്. ആരൊക്കെയാണ് ആ 14 പേര്? വിമൻസ് സെല്ലിന്റെ പ്രോഗ്രാം. വിമൻസ് സെല്ലിന്റെ. ഇപ്പൊ തന്നെ പോണോ? നമുക്കോ? രക്ഷപ്പെട്ടു, ഭാഗ്യം. മിസ്സി വിമൻസ് സെല്ലിന്റെ എന്താ പരിപാടി? ഫ്ലാഷ് മാൻ. എന്നെ ഇനി കാണണ്ടല്ലോ എന്നാണ് ആ പൊട്ടിത്തറ. എന്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് പ്രത്യേകം വീഡിയോ ഉണ്ട് കേട്ടോ. ഒരുപാട് അപ്പൊക്കോ ജോലിയുണ്ട്. നേരത്തെ ആ മറ്റേ സാധനത്തിനിടയിൽ അത് പോയി. ഒന്നുകൂടി പോയിട്ട് വാ. കമേ. ഗുഡ് മോർണിംഗ്. ഓക്കെ, പേരെന്താ? ജിനു. താങ്ക് യു ജിനു, താങ്ക് യു. ഒരു ചോക്ലേറ്റ് എടുത്തോ. ആ കൂട്ടത്തിൽ വലുത് തന്നെ എടുത്തിട്ട് പോയിട്ടോ. ജിനോ ചെയ്തതിൽ അതെങ്ങനെയാ, എന്ത് കണ്ണല്ലേ? ജിനോ ചെയ്തതിൽ എന്തൊക്കെ തെറ്റുണ്ട് ശരിയുണ്ട് പറ. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആ പ്രശ്നമല്ല. ഇത്ര ആളുടെ മുമ്പിൽ ഫൈൻ, അതൊക്കെ നമുക്ക് അതിന്റെ പ്രോസസ്സ് പറയാം. ആള് വന്നല്ലോ ഇവിടെ, ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. പറ. എന്തൊക്കെ തെറ്റുണ്ട് ശരിയുണ്ട് പറ. ഇരുന്നതിൽ എന്ത് പറ്റി? ഇങ്ങനെ നോക്കിയത്, അത് ഞാൻ അവിടെ വെച്ചിട്ട് വയ്ക്കുക. പോട്ടെ, അത് പോട്ടെ, അതൊരു കോൺഫിഡൻസ്. പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് ഓരോ പ്രോസസ്സായിട്ട് വരാം. നമ്മളൊരു ഹോളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മുട്ടണ്ട്. അതെന്തിനാ? ടു ഗെറ്റ് ദാറ്റ് അറ്റൻഷൻ. ഞാൻ ആ പ്രോസസ്സ് ഓരോന്നായിട്ട് പറയാം. താനൊന്ന് പോയിട്ട് അറ്റത്തിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ വിളിച്ചു എന്നുള്ളൂ കേട്ടോ. താനൊന്ന് പുറത്ത് പോയിട്ട് മുട്ടിയിട്ട് വാ. താങ്ക് യു. അത് തുറന്നിട്ടേ മുട്ടി. ബെസ്റ്റ് മുട്ടലായി പോയിട്ടോ. അത് ഉറക്കടിക്ക്. യെസ്, കമിൻ. പാടോ ഞാൻ ഇരിക്കണോ? കൂട്ടത്തിൽ ആ വലിയ മിഠായിൻ്റെ അടുത്തിട്ട് പോയിക്കോ. എടുത്തോ, സ്നിക്കേഴ്സ് എടുത്തോ. വിശന്ന താനല്ലാതോ. അപ്പൊ ഇപ്പൊ ചെയ്ത കുട്ടിയുടെ പേര് ദേവി കൃഷ്ണ. അയാൾ ചെയ്ത എന്താണ് തെറ്റെന്ന് പറഞ്ഞേ? വിഷ് ചെയ്തില്ല. കറക്റ്റ്, വിഷ് ചെയ്തില്ല. പിന്നെ
ഷൈ ആയിരുന്നു. അത് ശരിയാ. കുറച്ചൊരു നിങ്ങൾ നടക്കുമ്പോഴേ കോൺഫിഡൻറ്റ് വാക്കിംഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. കോൺഫിഡൻറ്റ് നമ്മളൊന്ന് ഷോൾഡർ നേരെയാക്കി നിങ്ങൾ പറ്റുമെങ്കിൽ ആ വാക്കിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന കുറെ പിള്ളേരില്ലേ, റാംബോ ഒക്കെ പഠിക്കുന്നത്, അങ്ങനെ തന്നെ പൊക്കോ. ഇതേ ഭംഗി ഉണ്ടാവില്ല, കാരണം പറിച്ചു വെച്ച പോലെ പോണത്. പക്ഷേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വാക്ക് അയാൾ നടത്തിച്ച് അത് പഠിക്കുക, അത് നല്ലതെന്ന് പറയുന്നത്. നമ്മുടെ നടത്തത്തിൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. നമ്മളിങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടക്കുക. കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ വിരിയും. നേരെ തിരിച്ച് ശരിയാണ്. യുവർ ഫിസിയോളജി എഫക്ട്സ് യുവർ സൈക്കോളജി. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ, നിങ്ങൾ നേരെ ഇരുന്ന് നോക്കി, നേരെ നിന്ന് ചിരിച്ച് 3 പ്രാവശ്യം ശ്വാസം വലിച്ച് ഒന്ന് വിടർത്തി പിടിച്ച് നേരെ ഈ പൊസിഷനിൽ ഇങ്ങനെ നിന്ന് കുറച്ചേരം നിന്നാൽ തന്നെ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഇങ്ങനെ നിൽക്കും, കുറച്ച് ഷോൾഡർ പിടുത്തത്തിലാക്കും, ഇങ്ങനെ